കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് മാധ്യമങ്ങളിലുമായി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം ചൊല്ലുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ ഒരു നല്ല സമയമാണ്. നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സമയം കണ്ടെത്തി ഇന്ന് രാത്രിയിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. ഇന്നലെയും ഈ മീറ്റിങ്ങിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം കണ്ടവരാണ് നാം, അനുഭവിച്ചവരാണ് നാം. ഇന്ന് രാത്രിയിലും അതിലൊട്ടും കുറയാതെ വളരെ ശക്തമായ രീതിയിൽ ദൈവം നമ്മോട് ഇടപെടാൻ പോവുകയാണ്. വളരെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാനും നിങ്ങളുമായിരിക്കുന്നത് നമ്മെ നന്നായി അറിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ സന്നിധിയിലാണ്. എൻ്റെയും നിങ്ങളുടെയും വിഷയങ്ങൾ പറയുന്നതിന് മുന്നമേ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങൾ പോലും നന്നായി അറിയാവുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പകർന്നു കൊടുക്കുവാൻ, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുവനെന്ന് കർത്താവ് പറയുന്നു. അവൻ്റെ മുമ്പിൽ ഒന്ന് തുറന്നു പറയാൻ, കർത്താവേ, അങ്ങയുടെ പാദത്തിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുക. ഞങ്ങളെ നന്നായി അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ വേദനകളെ കാണുന്ന ദൈവമേ, ഞങ്ങളുടെ നിലവിളികളെ കേൾക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കഷ്ടതകളെ ദൂരവേ നിന്ന് ഞങ്ങളുടെ കഷ്ടങ്ങളെ കാണുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് അടുത്തു വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ആ കൂട്ടായ്മയൊന്ന് അനുഭവിക്കാൻ, ആ ദൈവിക സാന്നിധ്യം ഒന്ന് അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. We worship you, God. We pour out our hearts in your presence, God. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. ആരോടും പറഞ്ഞിട്ടില്ലാത്ത, ആർക്കും അറിയാത്ത ഞങ്ങളുടെ ഹൃദയ നിരൂപണങ്ങളെ നന്നായി അറിയുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധി എന്നെ നന്നായി അറിയുന്നോനെ, എന്നെ നന്നായി മെനയുന്നോനെ, എന്നെ നന്നായി അറിയുന്നോനെ, എന്നെ നന്നായി മെനയുന്നോനെ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെയാ. എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. അവന്റെ സന്നിധിയിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് അവൻ നമ്മെ മറ്റാരെക്കാൾ നന്നായി അറിയുന്ന ദൈവമാണ്. ഒന്ന് തുറന്നു പറഞ്ഞ യേശുവേ, ഇന്ന് നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്ന ഭാരങ്ങളെ, വേദനകളെ അപ്പന്റെ പാദപീഠത്തിൽ ഒന്ന് താഴ്ത്തി വെച്ച്, ഒന്ന് ഇറക്കി വെച്ച്, ഒന്ന് സന്തോഷിച്ച് അവന്റെ സന്നിധി. ദാനിയേലെ പോ പ്രാർത്ഥിച്ചില്ല
ഞാൻ ദാവീദിനെ പോ സ്നേഹിച്ചില്ല ഞാൻ ദാനിയേലെ പോ പ്രാർത്ഥിച്ചില്ല ഞാൻ ദാവീദിനെ പോ സ്നേഹിച്ചില്ല ഞാൻ ഹാനോക്കിനെ പോ കൂടെ നടന്നില്ല ഞാൻ ഹാനോക്കിനെ പോ കൂടെ നടന്നില്ല ഞാൻ എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെയാ എന്നേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ എന്നെ നന്നായി അറിയുന്നോരേ മറ്റാരെക്കാൾ എന്നെ നന്നായി അറിയുന്നോരേ നീ മാത്രമേ യേശുവേ എന്റെ വേദനകളെ അറിയുന്നവൻ എന്റെ ഭാരങ്ങളെ അറിയുന്നവൻ നീ മാത്രം യേശുവേ പത്രോസിനെ പോ പള്ളി പറഞ്ഞവൻ ഞാൻ യോനായെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ പത്രോസിനെ പോ പള്ളി പറഞ്ഞവൻ ഞാൻ യോനായെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ ഏലിയാവെ പോൽ വാടി തളർന്നവൻ ഞാൻ ഏലിയാവെ പോൽ വാടി തളർന്നവൻ ഞാൻ പൊന്നേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ പാടുമോ എന്നെ നന്നാ അറിയുന്നോനെ എന്നെ നന്നായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രി എന്നെ നന്നായി അറിയുന്നോനെ ഇന്ന് രാത്രി നിന്നെ നോക്കി ലോകം എന്തും പറയട്ടെ ഇന്ന് രാത്രി നിന്നെ നോക്കി നിന്റെ സഹോദരങ്ങൾ എന്തും പറയട്ടെ ഇന്ന് രാത്രി നിന്റെ സുഹൃത്തുക്കൾ എന്തും പറയട്ടെ പക്ഷെ നിന്നെ നന്നായി അറിയുന്ന ഒരു യേശുവുണ്ട് ഇന്ന് രാത്രി അവൻ പറയുന്നതൊന്ന് കേൾക്കാൻ കഴിയുമോ നിന്റെ തകർച്ച നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ നിന്നെ പണിതുയർത്തുന്ന പദ്ധതിയുമായി ഇന്ന് രാത്രി യേശു നിനക്കായി ഇറങ്ങിയിരിക്കുകയാണ് വിശ്വസിക്കുന്ന സഹോദര വിശ്വസിക്കുന്ന സഹോദരി ഇന്ന് രാത്രി അവന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നിന്റെ കുറവുകൾ തീർത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി അവൻ നമുക്കായി ഉള്ളത് കൊണ്ട് അവന്റെ പൊന്നുപാദത്തിൽ ആശ്രയം അർപ്പിക്കുന്നവർ ചേർന്നു എന്നപ്പനെ നിൻ പൊന്നുപാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ എന്റെ
മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിച്ചുകൊണ്ട് ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭാവിക്കയില്ല, ബാധയോ നിന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരം. മരണഭയം ഇന്ന് രാത്രി നീങ്ങിപ്പോകട്ടെ. വിശ്വസിച്ചു പാടിക്കേ. ഭവിക്കയില്ല, ബാധയോ നിന്നെ തൊടുകയില്ല. എൻ്റെ പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ അവന്റെ സാന്നിധ്യം അനുഭവിച്ച കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും. ആരുമില്ലെങ്കിലും എന്റെ യേശുവിന്റെ കരം പിടിച്ച് ഞാൻ യാത്ര ചെയ്യും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഇന്ന് രാത്രി കർത്താവ് കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയവർ, പ്രതീക്ഷ കൈവിടാതെ, പ്രത്യാശ ചോർന്നു പോകാതെ ദൈവസന്നിധി അവന്റെ കരം പിടിക്കുമ്പോൾ ഇന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ആ വലിയ ധൈര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ചേർന്ന് പാടാൻ പോവുക. ഇത്രത്തോളം നാം നടന്നതല്ല, ഇത്രത്തോളം നാം ഒന്നും നേടിയതല്ല, എല്ലാം കർത്താവിന്റെ ദാനമാണ്. അങ്ങനെയെങ്കിൽ ഇത്രത്തോളം നമ്മെ ജയത്തോടെ നടത്തിയവൻ ഇനിയും നമ്മെ നടത്തുവാൻ അവൻ ശക്തനാണെന്ന് ഇന്ന് രാത്രിയിൽ ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്നവരെല്ലാം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊന്ന് ഏറ്റു പറഞ്ഞേ, അവൻ എന്റെ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് എല്ലാ ഇടവും ജയമുണ്ട്. ഇന്ന് രാത്രി ജയിക്കാൻ വിളിക്കപ്പെട്ടവർ കേൾക്കുക. ഇനി നമ്മുടെ ജീവിതത്തിൽ തോൽവിക്ക് സ്ഥാനമില്ല. നമ്മെ ജയിപ്പിക്കുന്ന ജയാളിയായവൻ നമ്മോട് കൂടെയുണ്ട്. അവനിൽ ആശ്രയിച്ച കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ.
ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ലതാ, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇന്നോളം ജയം തന്ന ദൈവം ഇതുവരെ കരുതിയ ജയഘോഷയാഗങ്ങൾ അർപ്പിച്ച ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഗീതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഗീതം പോ. We declare victory in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുന്നു. സാധ്യത വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ സകല ജയഘോഷം. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഗീതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ. ഇനിയും കൃപ തോന്നി. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഗീതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഗീതം. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ ഉയർത്താം ഇന്ന് രാത്രി അവന്റെ നാമം. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. കാൽവരിയിൽ വൈരികളിൽ കേട്ടുള്ളത് രാജാധിരാജനെ കർത്താതി കർത്തനെ താൻ മാത്രം അമർത്യതയുള്ളവനെ. വീരാനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഗേ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരി, സർവനാമത്തിനും മേലെ സർവനാമത്തിനും. ജനമെല്ലാം അല്പസമയം എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്ക്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരി. ഇന്ന് രാത്രി സർവാധികാരിയായി അവൻ വെളിപ്പെടുകയാണ്. സർവസൈന്യാധിപനായി ജയം നൽകുന്നവനായി ഇന്ന് രാത്രി അവൻ വെളിപ്പെടുകയാ. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം. ഓ സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടവും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ദേശം തുറന്നിടും, വഴിയൊരുക്കിടും, താമ്രവാതിലും താൻ തകർത്തിടും. ദേശം ഓ വഴി
സർവവാതിലും താൻ തകർത്തിടും. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിലും മേലെ സർവശക്തനാകും. ഓ രമനഗദോരം ശേ സൈന്യാധിപൻ യേശു, അധികാരിയാം യേശു, സർവനാമത്തിലും മേലെ സർവശക്തനാകും. ദൈവം പറയുന്ന രാത്രി ഭയപ്പെടേണ്ട, ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. ബാക്കായിൻ താഴ്വരയോ ബറാക്കായിടുമേ. ഭയപ്പെടേണ്ട, ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. ബാക്കായിൻ താഴ്വരയോ ബറാക്കായിടുമേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധനാ. ആ ജൈവജനം ചേർന്ന് സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധനാ. ആത്മാവിനാൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധനാ. ആത്മാവിനാൽ, സൈന്യത്താലും ഓരമനാഥയാണ് ശകനമലോനികനേരത്തെ ഉടമനഗതനം ധരലീവനത്തെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധനാ. പരിശുദ്ധാത്മാവിനാൽ, സൈന്യത്താലല്ല. ശവനാനഗതം തേരികനേരം തേരികനമനച്ചേ ഓരമനഗതോ ഹസ്തമാനിയാന്തരവും ശന്തരേ ദിഗമനഗതനം ശകാനിയാന്തരേ ഹസ്തമനഗതുരഗലഗ ശന്തനഗടഗദന ധീരമാനിയാന്തേരഗൽ കവന. ഓ ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ജീസസ്. ഒരു നിമിഷം കൂടി നാം ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ആ വലിയ ബോധ്യം പ്രാപിച്ചവർ അവന്റെ സന്നിധിയിൽ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഇനിയുള്ള നിമിഷങ്ങൾ നിസ്സംശയം പറയുക, എന്റെ വിടുതൽ അവങ്കിൽ നിന്നാണ്. എനിക്ക് രക്ഷ വരുന്ന പർവ്വതത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ എന്റെ കണ്ണുകളെ ഉയർത്തുകയാണ്. എനിക്ക് സഹായം വരുന്ന സിയോനിലേക്ക് ഇന്ന് രാത്രി ഞാൻ എന്റെ കണ്ണുകളെ ഉയർത്തുകയാണ്. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ഞങ്ങൾ ഇന്ന് രാത്രി അങ്ങ് അറിയുന്നു കർത്താവേ, അങ്ങ് സർവസൈന്യാധിപനാണ്, അങ്ങ് സർവശക്തനാണ്, അങ്ങ് സർവാധികാരിയാണ്. സകല നാമത്തിലും മേലായ നാമമുള്ളവനെ ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ നാമം ഉയർത്തുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളെ വിടുവിക്കുന്ന യഹോവ നിസി എന്ന ജയക്കൊടി ഇന്ന് രാത്രി ഞങ്ങൾ ചേർന്നുയർത്തുന്നു. സകലമാനവും മഹത്വം അവിടുത്തേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ വളരെ ശക്തിയോടെ പാടി ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രികാലം വർഷിപ്പ് ലീഡ് ചെയ്ത ഇമ്മാനുവൽ ബ്രദറിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ യൂട്യൂബിലൂടെ, സൂമിലൂടെ, ഫേസ്ബുക്കിലൂടെ, അപ്പോൾ തന്നെ ഈ ചർച്ചിൽ കടന്നു വന്ന് ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രികാലം കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ടിനു ജോർജിലൂടെ കേട്ട അനുഗ്രഹം എത്ര പേർക്ക് അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അവരെല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താൽ. യൂട്യൂബിലൂടെയും സൂമിലൂടെയും ഒക്കെ ഇന്നലെ രാത്രിയിൽ കണ്ട അനേകർ വളരെ അനുഗ്രഹിക്കപ്പെട്ട അവരുടെ സാക്ഷ്യങ്ങളെ ഞങ്ങൾക്ക് അയച്ചു തരുവാനിടയായി. അനേകം ആളുകൾ ആത്മാവിൽ ബലപ്പെടുവാൻ, ക്ഷീണിച്ചിരുന്ന പലരും
ശക്തീകരിക്കപ്പെടുവാനൊക്കെ ഇന്നലത്തെ മീറ്റിംഗ് ഒരു വലിയ അനുഗ്രഹമായി. നിങ്ങളിൽ ആരെങ്കിലും ഇന്നലത്തെ മീറ്റിംഗ് കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് അത് യൂട്യൂബിലുണ്ട്. ആ മീറ്റിംഗ് ദയവായിട്ട് നിങ്ങൾ വീണ്ടും എടുത്ത് കാണണമേ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വളരെ നിരാശയിലും ഭാരത്തിലും ഇരിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ ആ മെസ്സേജുകൾ അയച്ചു കൊടുക്കണം. അത് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. നമ്മളുടെ അധരങ്ങൾ തുറന്ന് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ അനുഗ്രഹങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ അനുഭവമാകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ അനുഗ്രഹപ്രദമായ ഒരു സന്ദേശമാണ് ഇന്നലെ രാത്രികാലം നമ്മൾ കേട്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കുക, അത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ആ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഒരു അത്ഭുതമായി മാറും. കരങ്ങൾ ഉയർത്തി എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലവും കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ദയവായിട്ട് അയച്ചു തരുവാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്നുള്ള സമയം നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുവാൻ പോകുന്ന സമയമാണ് ഈ ഉപവാസ പ്രാർത്ഥന. ഇങ്ങനെയൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ളൊരു ഉപവാസ പ്രാർത്ഥന ഇവിടെ ക്രമീകരിക്കുവാൻ വളരെയധികം സാമ്പത്തികമായ ആവശ്യങ്ങൾ സഭയുടെ മുൻപിലുണ്ട്. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. നോർത്ത് ഇന്ത്യയിൽ അനേകം കർത്താവിൻ്റെ വേലക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു, അനേക സഭകളെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ആവശ്യങ്ങൾക്കൊക്കെയുമുള്ള സാമ്പത്തിക നന്മകൾ നിങ്ങൾ അയച്ചു തരുന്ന ഓഫറിങ്ങിൽ നിന്നും നിങ്ങളുടെ ടൈറ്റ്സിൽ നിന്നുമൊക്കെയാണ് സഭ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഈ സമയത്ത് സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന QR കോഡിലൂടെ ഗൂഗിൾ പേയിലൂടെയോ ഫോൺ പേയിലൂടെയോ മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ നന്മകളെ ദൈവസഭയ്ക്ക് അയച്ചു തരാവുന്നതാണ്. തീർച്ചയായിട്ടും അത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന നന്മകൾ കാരണം അനേകം ആളുകൾ ദൈവവചനം കേൾക്കുവാനും അനേകരുടെ ജീവിതത്തിൽ അതൊരു അത്ഭുത വിടുതലായി രൂപാന്തരപ്പെടുവാനും ഒക്കെ അതൊരു മുഖാന്തരമായി തീരും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, ഒരാത്മാവിൻ്റെ വില മുഴു ലോകത്തെക്കാട്ടിൽ വിലയുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി ദൈവവചനം കേട്ട് വിടുവിക്കപ്പെടുമ്പോൾ, അവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, അവർ സൗഖ്യമാകുമ്പോൾ നിശ്ചയമായിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിൻ്റെ പിന്നിൽ സഹായിച്ച എല്ലാവരുടെ മേലും അതിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകുമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. തുടർന്നുള്ള സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ നിങ്ങളുടെ കണ്ണുകളെ അടച്ചാട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്കാട്ടെ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവെ എന്നോട് വ്യക്തിപരമായി ഒന്ന് സംസാരിക്കണമേ എന്ന് ആഗ്രഹത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. കർത്താവേ, ഇന്നത്തെ മീറ്റിംഗ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരണം. അഭിഷിക്തൻ ഇന്ന് രാത്രികാലം എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നുവോ അത് കർത്താവേ എൻ്റെ ജീവിതത്തിൽ അതൊരു വിടുതലായി മാറണം. എല്ലാവരും അധരങ്ങളെ തുറന്ന് എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രികാലം ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ അധരങ്ങളെ തുറന്ന് അല്പസമയം കർത്താവിനൊന്ന് അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിച്ചു തുടങ്ങിയാട്ട്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. കർത്താവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 3-ാമത്തെ രാത്രിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. കർത്താവേ, ഈ രാത്രികാലം പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ അങ്ങ് ഇതിന്റെ മധ്യത്തിൽ അയക്കുന്നതിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ രാത്രികാലം പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നിന്റെ മക്കളുടെ അരികിൽ വന്ന് സംസാരിക്കുന്ന അനുഭവം കർത്താവേ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ മീറ്റിംഗ് വലിയൊരു വിടുതലിന്റെ മീറ്റിംഗ് ആയി തീരട്ടെ കർത്താവേ. ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവേ പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തന്റെ മേൽ ദൈവം പകർന്ന ദർശനമാണല്ലോ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഒന്നിച്ചായിരിക്കാൻ മുഖാന്തരമായി തീർന്നത്. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജിനസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളായ ജെറമി, നെഹമ്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തന്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തമായി ഈ നാളുകളിൽ എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അഭിഷിക്തന്റെ മേൽ പകർന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അവിടുന്ന് നിവർത്തിക്കണമേ. ഇന്ന് രാത്രിയിൽ കർത്താവേ അവിടുത്തെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുമ്പോൾ അനേകരുടെ ഹൃദയത്തോട് ഇന്ന് രാത്രികാലം ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അനേകരെ സ്പർശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ എൽഷദായിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത്
പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എല്ലാ എൽ ഷദായ് കുടുംബങ്ങളെയും ഓർത്ത് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സഭയിലെ ശുശ്രൂഷകരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് രാത്രികാലം വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വ്യാപരിക്കട്ടെ. അപ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകളെ അവിടുന്ന് ഏറ്റവും അനുഗ്രഹിക്കണമേ കർത്താവേ. അപ്പോൾ തന്നെ കർത്താവേ, അപ്പോൾ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന കർത്താവെ സ്പോൺസർ ചെയ്ത, ദുബൈയിൽ നിന്ന് സ്പോൺസർ ചെയ്ത സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ സഭയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇതിന് മുകളിൽ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ടല്ലോ. കർത്താവെ, ആ സഹോദരിയുടെ ഹസ്ബൻഡ് യുഎയിലേക്ക് കടന്ന് ചെല്ലേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഹല്ലേലൂയ, ആ സഹോദരി പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കുടുംബം മുഴുവനും വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഒരു പ്രാർത്ഥനാ വിഷയം അറിയിച്ചിരിക്കുന്നു. കർത്താവെ, അതിന്മേൽ അത്ഭുതങ്ങളെ ചെയ്യണമേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവെ, വാട്സപ്പിലൂടെ ഞങ്ങളെ കർത്താവെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുന്നമേ ഒരു വലിയ ദൈവപ്രവൃത്തി നിന്റെ മക്കളുടെ ജീവിതങ്ങൾ കർത്താവെ അവിടുന്ന് ചെയ്ത് കഴിഞ്ഞതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകലവും അങ്ങയുടെ നാമമഹത്വത്തിനായി തീരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ, ശക്തിയോടെ സ്തോത്രം ചെയ്താൽ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് വേണ്ടി കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളത്തെ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നു. നാളെ രാവിലെ കൃത്യം 11 മണിക്ക് തന്നെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. രാവിലത്തെ മീറ്റിംഗ് സൂമിലൂടെ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വൈകിട്ടത്തെ മീറ്റിംഗ് സൂമിലൂടെയും യൂട്യൂബിലൂടെയും ഉണ്ടായിരിക്കും. വൈകിട്ടത്തെ മീറ്റിംഗ് 7:30 മണിക്കാണ് ആരംഭിക്കുന്നതെന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. നാളെ വൈകിട്ടും നമ്മുടെ കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ടിനു ജോർജ് ആയിരിക്കും നമ്മുടെ മധ്യത്തിൽ വചനം ശുശ്രൂഷിക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ ദയവായിട്ട് ഈ മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ ദയവായിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങൊക്കെ അനേകരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ ചെയ്തു എന്നുള്ള അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി. അതുകൊണ്ട് നിങ്ങൾ ആരും അതിനകത്ത് ഒട്ടും പിശുക്ക് കാണിക്കരുത്. മറ്റുള്ളവരും കൂടെ അനുഗ്രഹിക്കപ്പെടുന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ, നിങ്ങളുടെ വാട്സപ്പിലൂടെയൊക്കെ ഈ മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ ദയവായിട്ട് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം നമ്മൾ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ടിനു ജോർജ് കടന്നു വന്നിട്ടുണ്ട്. അഭിഷിക്തനാണ് ഇന്ന് രാത്രിയിൽ വചനം ശുശ്രൂഷിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലത്തെ മീറ്റിങ്ങിൻ്റെ ആ വലിയ സാക്ഷ്യങ്ങൾ ഇപ്പോഴും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക, ഇന്ന് രാത്രി നിങ്ങളുടെ വിടുതലിൻ്റെ രാത്രിയാണ്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ആ ഭവനത്തിനകത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ അധരം കൊണ്ടൊന്ന് പ്രഖ്യാപിച്ച്, ഇന്നലെ നമ്മൾ അതാ കേട്ടത്, ഇന്നലെ നമ്മളതാ പഠിച്ചത്. നിങ്ങളുടെ അധരത്തിലൂടെ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുകയാണെങ്കിൽ നിൻ്റെ വായ് എൻ്റെ വായ് പോലെയാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങൾ സൂമിലൂടെ ആയിരിക്കാം, യൂട്യൂബിലൂടെ ആയിരിക്കാം, നിങ്ങൾ ഈ ചർച്ചിലിരുന്നായിരിക്കാം, എങ്ങനെയും ആയിക്കൊള്ളട്ടെ. ഇന്ന് രാത്രികാലം എല്ലാവരും നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഒന്ന് വായ് തുറന്നൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, ഇന്ന് എൻ്റെ വിടുതലിൻ്റെ രാത്രിയാണ്. ഇന്ന് രാത്രികാലം എന്നോട് ദൈവം സംസാരിക്കാൻ പോകുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം വചന ശുശ്രൂഷയ്ക്കായി അഭിഷിക്തനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ
ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നെ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നെ കരങ്ങളും ഉയർത്തി യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, ൊന്നും ചെയ്തിടാത്ത, ചേർന്ന് ശബ്ദമുയർത്തി, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, ഞാനേകനല്ല, എരിതിയിൽ വീണാലും അവിടെ ഞാനേകനല്ല, വീഴുന്നതോ തീലല്ല, എന്നേശുവിൻ കരങ്ങളിലാ, വീഴുന്നതോ തീലല്ല, യേശുവിൻ കരങ്ങളിലാ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്, ജീവിതത്തിന്റെ തിരകഥ എഴുതുന്ന ദൈവം, സ്റ്റോറി എഴുതിയ ദൈവം. നീയാകുന്ന മൂവി ഇന്റർവെല്ല് പോലും ആയിട്ടില്ല. അതതിന്റെ ക്ലൈമാക്സിലേക്ക് വരികയാണ്. ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് നിന്നെ പരിഹസിച്ചവനെല്ലാം ഞെട്ടുന്ന ക്ലൈമാക്സ് ആണ്. ഓ ജീസസ്, നിന്റെ പരാജയം കാത്തിരുന്നവനെല്ലാം ഞെട്ടുന്ന ക്ലൈമാക്സ് ആണ്. നിന്റെ വീഴ്ച കാണാൻ കൊതിച്ചവനെല്ലാം ഞെട്ടുന്ന ക്ലൈമാക്സ് ആണ്. ഓ, അവിടെ നിന്നെ ജയിപ്പിക്കുന്ന ഒരു കരത്തെ ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുകയാണ്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ഈ
ഈ ഒരു ഭാഗം എല്ലാവരും ഒന്ന് പാടണം. ദൈവമേനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമേനിക്കനുകൂലം പറഞ്ഞേ, അതു നന്നായി അറിയുന്നു ഞാൻ. ഏത് സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് വെല്ലുവിളികളിലും, ഏത് നിന്ദയിലും, ഏത് കഷ്ടതയിലും, നിന്നെ തീർത്തു കളയുമെന്ന് പറയുന്ന ഫറവോമാരുടെ നടുവിലും, നിന്നെ കൊല്ലുമെന്ന് പറയുന്ന ഗോലിയാത്തുമാരുടെ നടുവിലും, നിന്നെ വെല്ലുവിളിക്കുന്ന ആഹാബുമാരുടെ ഇസബേലുമാരുടെ നടുവിലും, നിന്നെ പൊട്ടക്കുഴിയിൽ വലിച്ചെറിയുന്ന സഹോദരന്മാരുടെ നടുവിലും, നിനക്ക് വിരോധമായി ഒറ്റുകൊടുക്കുന്ന യൂദാമാരുടെ നടുവിലും നിന്റെ ദൈവം നിനക്ക് അനുകൂലമെന്ന് തിരിച്ചറിയുന്നെങ്കിൽ കൈകൾ അടിച്ച് ഇന്ന് രാത്രി കർത്താവിനെന്ന് നന്ദി പറഞ്ഞേ. അധരങ്ങൾ തുറന്ന് ശബ്ദം ഉയർത്തി വായുകൾ തുറന്ന് ഈ രാത്രിയിൽ ജീവനുള്ള ദൈവത്തെ ഒന്ന് ആത്മാവിൽ ആരാധിച്ചേ. ഹല്ലേലൂയ. ദൈവമേനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമേനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ഈ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേശുവത്രേ. ഞാനവൻ കാര്യങ്ങളില്ല, നടക്കുന്നതേശുവത്രേ. ഞാനവൻ കാര്യങ്ങളില്ല. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അതുകൊണ്ട് ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്റെ പ്രതികൂല നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായനാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായനാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന
അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക്. ഇന്ന് രാത്രി കേൾപ്പിച്ച ദൈവവചനത്തെ